പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിസന്ധികളാൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് പനക്കലച്ചൻ മറുപടി നൽകുന്നതായിരിക്കും. സ്നേഹം നിറഞ്ഞ പനക്കലച്ച, വളരെ സങ്കടത്തിലാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എൻ്റെ മകൻ അമൽ മാരകമായ ലഹരി മരുന്നുകളുടെ ഉപയോഗം മൂലം മാനസിക വിഭ്രാന്തി നേരിടുന്നു. അവൻ ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പല വിധത്തിലും അവനെ പിന്തിരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും അവൻ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നില്ല. അവനാകെ കൈവിട്ടുപോയി അച്ചോ. ഞാനൊരു ടീച്ചറാണ്. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവനെ വേണ്ട എത്ര ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇപ്പോൾ അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവൻ്റെ കോലം തന്നെ ആകെ മാറി. ഞാൻ അവനെ ഒരു വിധത്തിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിച്ചു. അവിടെ വെച്ച് അവൻ സമനില തെറ്റിയ ഒരാളെ പോലെയാണ് പെരുമാറുന്നത്. ഞാനിനി എന്ത് ചെയ്യണം അച്ചോ? അവനെ ഒരു നല്ല മകനായി തിരിച്ചു കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ഒരു മറുപടി ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് നൽകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉഷ. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഒരു വീട്ടമ്മയായ ഉഷ തൻ്റെ മകനെക്കുറിച്ചുള്ള സങ്കടം, മകൻ്റെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ, ഇതൊക്കെയാണ് ഈ കത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന പോലെ അമൽ എന്ന ഉഷയുടെ മകൻ മയക്കുമരുന്നിൻ്റെ അടിമയായി തീർന്നിരിക്കുകയാണ്. ആ മയക്കുമരുന്നിൽ നിന്ന് അവനെ മോചിപ്പിക്കുവാനായി ഡി അഡിക്ഷൻ സെൻറ്ററും അതുപോലെ നിലവിലുള്ള പല സംവിധാനങ്ങളും ഇവർ ഉപയോഗപ്പെടുത്തുന്നു. എങ്കിലും അവിടെ ഒന്നും ഫലപ്രദമായ ഒരു വിജയം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഉഷ ഈ കത്ത് എഴുതിയിരിക്കുന്നത്, ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന്. ഉഷയോട് എനിക്ക് ആദ്യമായി പറയുവാനുള്ളത്, ഉഷ വിചാരിച്ചിരിക്കുന്നത് അമലിൻ്റെ പ്രോബ്ലം മയക്കുമരുന്നിൻ്റെ പ്രോബ്ലമാണ് എന്നാണ്. എന്നാൽ മയക്കുമരുന്നിൻ്റെ പ്രോബ്ലമല്ല സത്യത്തിൽ അമലിൻ്റെ പ്രോബ്ലം. അമലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വളർച്ചയുടെ പാതയിൽ അവനുണ്ടായിട്ടുള്ള പല വിധത്തിലുള്ള മുറിവുകളും അതുപോലെ തന്നെ അവൻ്റെ വ്യക്തിത്വ വികാസത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള സ്നേഹം കിട്ടാത്ത അനുഭവങ്ങളും ഇതെല്ലാം അവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ പ്രോബ്ലത്തെ എല്ലാം കൈകാര്യം ചെയ്യുവാനായിട്ട് അവൻ അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചിരിക്കുന്ന ഒരു ഉപാധിയാണ് മയക്കുമരുന്ന്. അപ്പോൾ അതുകൊണ്ട് മയക്കുമരുന്നിൽ നിന്ന് അവനെ എങ്ങനെ മോചിപ്പിക്കാം എന്ന പ്ലാനോടുകൂടി ഉഷ അവന് വേണ്ടി നടത്തുന്ന ഉദ്യമങ്ങളെല്ലാം തന്നെ ഒരു പരാജയമായിട്ടായിരിക്കും തീരുക. അവിടെ ആദ്യമേ തന്നെ ഉഷ സ്വന്തം മകനെ ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ പ്രോബ്ലമാണ് അവനുള്ളത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അവനെ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഉഷയുടെ ആ സമ്മതം ഒത്തിരി കാര്യങ്ങളിലേക്ക് വിരലിച്ചുകൊണ്ടുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഉഷ ഒരധ്യാപികയാണ്. ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഈ അമലെന്ന് പറഞ്ഞ കുട്ടിക്ക് എന്തുമാത്രം അപ്പൻ്റെ സ്നേഹം കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തുമാത്രം അമ്മയ്ക്ക് ഈ കുട്ടിക്ക് വേണ്ടത്ര സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്
ഇതെല്ലാം ഉഷ വന്ന് കാണുന്നത് നല്ലതാണ്. കാരണം ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് വേണ്ട പോലെയുള്ള പരിഗണന, സ്നേഹം ഇതൊക്കെ കിട്ടാതെ വന്നാൽ ചുറ്റുപാടുകളിൽ നിന്ന് സ്നേഹവും പരിഗണനയും കിട്ടുകയില്ല എന്ന് കണ്ടാൽ സ്വാഭാവികമായും ആ കുട്ടി തന്നിലേക്ക് തന്നെ ചുരുങ്ങുകയും തന്നിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ പരിശ്രമിക്കുകയും ചെയ്യും. തന്നിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ തന്നെ സുഖം അനുഭവിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. സ്വന്തം ശരീരത്തിൽ സുഖം അനുഭവിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ ചിലപ്പോൾ തള്ളവിരൽ വായിലിട്ട് ചപ്പുന്ന കണ്ടിട്ടുണ്ട്. അത് സ്വന്തം ശരീരത്തിൽ സുഖം അനുഭവിക്കുവാനുള്ള ഒരു അടയാളമാണ്. അതിന് കാരണം വെളിയിൽ നിന്ന് വേണ്ട വിധത്തിലുള്ള സെക്യൂരിറ്റിയും സംരക്ഷണവും ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നില്ല, അനുഭവിക്കുന്നില്ല. അത് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കുട്ടിക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കുട്ടി തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നത്. പിന്നെ ഇത്തരം കുട്ടികൾ സ്വാഭാവികമായും ഭക്ഷണത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്ന കുട്ടികളായിരിക്കും. അതും ശരീരത്തിൽ സുഖം അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരം കുട്ടികൾ എങ്ങാനും ലഹരിയിൽ ചെന്ന് തൊട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിന്ന് പുറത്ത് ചാടി വരിക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ആ ലഹരിക്കകത്തോട്ട് ചുരുങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വളരെ ലഹരിക്ക് അടിപ്പെട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അപ്പോൾ ഒരുപക്ഷേ ഉഷയുടെ മകൻ ഈ അമലിന് ഈ പ്രോബ്ലം ഉണ്ടായിരിക്കാം. അത് ഉഷ തന്നെ ഒന്ന് തൻ്റെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്ന ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കി അവനെ കുറച്ചും കൂടി ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അച്ഛൻ ഇതുവരെ പറഞ്ഞതിന് ഒന്ന് ഞാൻ മനസ്സിലാക്കിയ രീതി ഞാൻ പറയാം. അതായത് ഈ അമ്മ ഈ കുട്ടിയുടെ മയക്കുമരുന്ന് എന്ന പ്രശ്നം തീർക്കാനാണ് കൊണ്ടുപോകുന്നത്. അച്ഛൻ പറയുന്നത് അത് ബാഹ്യമായ ഒരു ലക്ഷണം മാത്രമാണ്. അതിൻ്റെ പിറകിൽ അവന് വേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം അടിസ്ഥാനപരമായി കത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇവന് ലഭിക്കേണ്ടതായിട്ടുള്ള പരിഗണനയും സ്നേഹവും ചെറുപ്പത്തിൽ അവന് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഈ അമ്മ തന്നെ പറയുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാവാം. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ സ്വയം സുഖത്തിലേക്ക് ചുരുങ്ങിപ്പോകും എന്നാണ് അച്ഛൻ സൂചിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള കുട്ടികളെ മയക്കുമരുന്നിൽ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവരതിനകത്ത് തന്നെ കിടക്കും. പിന്നെ മറ്റൊരു പ്രോബ്ലം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു 10-12 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് വേണ്ട വിധത്തിലുള്ള ഫോർമേഷൻ കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് അപ്പനുള്ളതാണ്. ഇവിടെ അപ്പൻ ഈ കുട്ടിയുടെ വളർച്ചയേക്കാൾ വലുത് തൻ്റെ സാമ്പത്തിക ഭദ്രതയാണ് എന്ന ചിന്തയിൽ അദ്ദേഹം ഗൾഫിലാണ്. അപ്പോൾ അത് ഈ കുട്ടിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കാരണം അപ്പൻ്റെ ഒരു നേതൃത്വം ഈ കുട്ടിക്കില്ല. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമലിൻ്റെ അമ്മ ഒരു അധ്യാപികയാണ്. അപ്പോൾ ടീച്ചർമാരെപ്പോഴും അവർക്കൊരിക്കലും വളർന്ന ഒരു മകനെ കാണാൻ പറ്റിയില്ല. കുട്ടിയായിട്ടേ കാണുള്ളൂ, അവർക്കെന്നും കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനെന്ത് കാണിച്ചാലും ടീച്ചർ തൻ്റെ ക്ലാസ്സിലെ കുട്ടിയുടെ കുസൃത്തരത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് മാത്രമാണ് അമ്മനെ കാണുകയുള്ളൂ. അതുകൊണ്ട് ഒരു കുട്ടിയോട് എന്ന നിലയിലായിരിക്കും ടീച്ചർ അവനോട് സംസാരിക്കുക. അതുകൊണ്ട് അവൻ്റെ പ്രായത്തിൽ വന്നിരിക്കുന്ന വളർച്ചയെ അംഗീകരിക്കുന്ന ആരും ആ കുടുംബത്തിലില്ല. ഇത് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുക, ഞാൻ ഒരു അധ്യാപകനാണല്ലോ. അപ്പം എൻ്റെ ഭാര്യ ഇടയ്ക്ക് എന്നോട് പറയും, ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായ പിള്ളേരാണ്, അവരോട് നിങ്ങൾ സ്കൂളിലെ കുട്ടികളോട് പറയുന്ന പോലെ പറയല്ലേ. അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഈ ഭാര്യ പറഞ്ഞതിൻ്റെ അർത്ഥം കൂടുതൽ വ്യക്തമാവുന്നത്. അധ്യാപകർക്ക് ഈ സ്വഭാവം വളരെ രൂഢമൂലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ ആ പൗരുഷത്വപരമായ വളർച്ചയെ അക്സെപ്റ്റ് ചെയ്യുന്ന
ഒരു പിതൃ സാന്നിധ്യം ആ ഭവനത്തിൽ ഇപ്പോൾ ഇല്ല. ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ വീട്ടിൽ അവനൊരിക്കലും ഇരിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. അവൻ അംഗീകരിക്കുന്നില്ല എന്ന്. കാരണം അവനെ കൊച്ചായിട്ട് കണക്കാക്കുന്നു, അവൻ്റെ വളർച്ചയെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും വീടിന് വെളിയിലാണ് ആ ഹാപ്പിനെസ് അന്വേഷിക്കുന്നത്. അത് പഴയ കാലത്ത് കാരണവന്മാർ പറയും, അതായത് തന്നോളം വലുതായാൽ തന്നെ പോലെ കണക്കാക്കണം. ആ ഒരു വലിയ തത്വമാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവൻ വീടിന് വെളിയിൽ കൂട്ടുകാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവനെ അവൻ്റെ പ്രായത്തെ അംഗീകരിക്കുന്ന, അവൻ്റെ വ്യക്തിത്വത്തെ സ്വീകരിക്കുന്ന ഓക്കെ. ഒരു കൂട്ടുകെട്ട് അവനവിടെ കണ്ടെത്തുകയാണ്. അപ്പോൾ അവിടെ അവൻ എന്തോ മനുഷ്യനാണ്. അതെ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ വെറുതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. അവനെ ലാളന കൊടുക്കുന്നുണ്ട്. അതല്ല വാസ്തവത്തിൽ പല അമ്മമാരും ധരിച്ചിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ലാളന, വാത്സല്യം, ഇതാണ് കുട്ടികൾ. പക്ഷെ അവരുടെ പേഴ്സണാലിറ്റി വളരണമെങ്കിൽ ഒരു പ്രായം വരെ അത് ശരിയാണ്. അത് കൈക്കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോഴൊക്കെയാണ്. പക്ഷെ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തിത്വത്തെ അവനെ മച്വർ ആയിട്ട് ആക്കിയെടുക്കണമെങ്കിൽ അവനിൽ തന്നെ സ്വന്തമായ ഉത്തരവാദിത്തം ചെയ്യാനായിട്ടുള്ള പരിശീലനം വേണം. അതെ, അവനിൽ തന്നെ കഴിവുണ്ട്. അവൻ മുതിർന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു കോൺഫിഡൻസിലേക്ക് അവനെ കൊണ്ടുവരണമെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കണം. അതുപോലെ അതിനെ വീട്ടിലുള്ളവർ അംഗീകരിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. ഇതൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ അവൻ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ വീട്ടിൽ അവന് അമ്മ എല്ലാം ചെയ്തു കൊടുക്കുന്ന അമ്മയുടെ ഒരു കൊച്ചായിട്ട് അവൻ നിൽക്കുന്നു. അപ്പോൾ ശരിക്കും അച്ഛൻ പറയണത് മക്കളെ ഓരോ ജോലി ഏൽപ്പിച്ച് അവരെ കൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുപ്പിച്ചാൽ അവർ വളരുള്ളൂ. എല്ലാം അവന് വേണ്ടി മാതാപിതാക്കൾ ചെയ്തു കൊടുക്കരുത്. അതെ. ഇപ്പം ഈ പറഞ്ഞ മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവൻ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അവനെ പഠിക്കാൻ ഏൽപ്പിച്ചു, അവൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ഇല്ല. പിന്നെ അവൻ വേറെ ഒന്നും അവൻ ചെയ്യുന്നില്ല. അവൻ അവിടെ ചെയ്യുന്നത് മയക്കുമരുന്ന് കഴിച്ച് തന്നിലേക്ക് ചുരുങ്ങുന്നു. ഇത്രയേ ഉള്ളൂ. കാരണം അവന് ഉത്തരവാദിത്വമില്ല. അങ്ങനെ ഒന്നും എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിൽ നിന്ന് അവനൊരു സന്തോഷം കിട്ടുന്നില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടായി, അവൻ ഒരു ആത്മാഭിമാനം, ആത്മവിശ്വാസം, അങ്ങനെ ഒന്നും അവൻ്റെ ലൈഫിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വാസ്തവത്തിൽ ഇവനിങ്ങനെ കൂട്ടുകാരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള ഒരു നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായി അവനിങ്ങനെ ഈ മയക്കുമരുന്ന് അവരുടെ കൂട്ടിൽ ചെന്ന് ചാടുന്നു. അവർ മയക്കുമരുന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ തന്നിലേക്ക് തന്നെ അവൻ ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ചുറ്റുമുള്ള നടക്കുന്ന ഒരു ഉത്തരവാദിത്വവും അവൻ ഏറ്റെടുക്കുന്നില്ല, അത് കാണുന്നുമില്ല. അതുകൊണ്ട് വളരെയധികം ഇൻട്രോവേർട്ടഡായി തന്നിലേക്ക് തന്നെ ചുരുങ്ങിയാണ് ഇപ്പോൾ ഈ അമൽ കഴിയുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഒന്ന്, അവൻ്റെ വ്യക്തിത്വ വികാസത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ഇല്ലാത്തതുകൊണ്ടും അവനെ അതിന് പകരം വയ്ക്കാൻ അവൻ തൻ്റെ കൂട്ടുകാരുടെ ഇടയിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. അവിടെ വലിയ ആളായി. അതെ. അപ്പോൾ അങ്ങനെ ഇതിപ്പം സാമ്പത്തികമായിട്ടും ഒരു ആവറേജ് ഫാമിലി ആയതുകൊണ്ട് ഇവനെ കൂടിയിരിക്കുന്ന മയക്കുമരുന്നുകാർക്ക് എന്തായാലും ഇവനിന്ന് കുറച്ച് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇവൻ വാങ്ങിക്കുമ്പോൾ മറ്റവർക്കും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും അവനെ ഇതിൽ നിന്ന് വിടുകയില്ല. അപ്പോൾ കൂട്ടുകെട്ടിൻ്റെ അടിമയായി, ലഹരിയുടെ അടിമയായി, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്ത ശിശുവായി ഈ പറഞ്ഞ പ്രോബ്ലം ആണ് ഇവനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 വിധത്തിലുള്ള പ്രോബ്ലത്തെ നമ്മളവിടെ കാണുകയാണ്. ഒന്ന്, അവന് ശിശുവിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നു, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്തൊരു വ്യക്തിയായിട്ട് നിൽക്കുന്നു. പിന്നെ അവനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും എപ്പോഴും അവനെ കുറ്റപ്പെടുത്തുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യുന്നതായതുകൊണ്ട് എന്തെങ്കിലും ചെയ്താലല്ലേ കുറ്റപ്പെടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ പിന്നെ അവനെ ആരും കുറ്റപ്പെടുത്തിയാലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന മൊത്തം അവൻ്റെ വ്യക്തിത്വ വികാസത്തിൻ്റെ മേഖലയിൽ ഈ അമ്മയുടെ ശ്രദ്ധ ഇതുവരെയും കടന്നു വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഇവർ ചിന്തിക്കുന്നത് എൻ്റെ ടീച്ചറിൻ്റെ മകനാണ്,
മറ്റു പിള്ളേരെല്ലാം പഠിച്ച് നല്ല നിലയിൽ വരുന്നു, ഇവൻ ഇങ്ങനെ ആയിത്തീർന്നിരിക്കുന്നു എന്നൊരു താരതമ്യം നടത്തുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ തൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്തണം. ഇതൊക്കെയായിരിക്കും അമ്മയെ നയിക്കുന്ന ഘടകം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവൻ എന്താണ് വേണ്ടതെന്ന് പോലും ഈ അമ്മ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അവൻ വളരെ ഗുരുതരമായ വിധത്തിൽ അവൻ്റെ വ്യക്തിത്വം മുഴുവനും സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൻ നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവനെ സഹായിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളെല്ലാം അമ്മച്ചിക്ക് മനസ്സിലാക്കി ദൈവത്തോട് അനുതപിക്കാം. പക്ഷേ അതുപോലെ ഇവിടെ വരുന്നത് ഇവനെ ഇനി ഇതൊന്ന് വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പലരും ധരിക്കണത് ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ അടിമയാണെങ്കിൽ അവൻ അതിനുള്ള മരുന്ന് കൊടുത്താൽ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് പലരും ധരിക്കണത്. അത് തെറ്റായ ആശയമാണ്. ഇവിടെ സംഭവിക്കേണ്ടത് അവൻ്റെ ആ വ്യക്തിത്വം തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റണം. അതെ, അവൻ്റെ ആ വ്യക്തിത്വം തിരിച്ചു പിടിക്കണമെങ്കിൽ അത് ദൈവത്തിനെ പറ്റുള്ളൂ എന്നാണ്. അപ്പം ആദ്യം പിന്നെ ഈ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പുകാർ പറയുന്ന പോലെ അമലിന് ഈ ഒരു ബോധ്യം കൊടുക്കണം. അമലെ, നിൻ്റെ സ്വന്തം കഴിവുകൊണ്ടും നിൻ്റെ സ്വന്തം ശക്തി കൊണ്ടും ഇപ്പോൾ നീ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിനക്ക് പുറത്തു വരാൻ പറ്റുകയില്ല. കാരണം മദ്യപാനത്തിനപ്പുറത്ത് നിന്നെ നിലയ്ക്ക് തന്നെ ഉൾവലിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ സ്വന്തം ശക്തി കൊണ്ട് നിനക്ക് ഇതൊന്ന് പുറത്തു വരാൻ സാധിക്കില്ല. വേറെ ആർക്കും നിൻ്റെ വളർച്ചയിൽ ഒരു നിർണായകമായ ഒരു റോള് വഹിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. അതായത് അപ്പനായാലും അമ്മയ്ക്കായാലും ഡോക്ടർക്കായാലും ഈ സാഹചര്യത്തിൽ അവനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ മൂന്നാമതായിട്ട് അമല് മനസ്സിലാക്കണം, എനിക്കിതിന്ന് മോചനം വേണം. അതിന് മോചനം തരാനായിട്ട് എൻ്റെ കർത്താവായ യേശുവിന് മാത്രമേ കഴിയൂ. അപ്പോൾ യേശുവിലേക്ക് ഈ അമല് കടന്നു വരുമ്പോൾ അമലിന് ഇന്ന് വരെ ലഭിക്കാതെ പോയ ആ വളർച്ചയുടെ പാതയിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളെല്ലാം ഓരോന്നോരോന്നായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ സൗഖ്യം പ്രാപിക്കും. രണ്ടാമതായിട്ട് ഈ അമലിന് തൻ്റെ അപ്പനെയും അമ്മയെയും കുടുംബ സാഹചര്യത്തെയും അക്സെപ്റ്റ് ചെയ്യാൻ അവന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തു പോണത്. അതെ, അപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ അവൻ അവരിൽ നിന്ന് മാറി മാറി നടക്കുകയാണ്. അപ്പോൾ മയക്കുമരുന്നിന് അടിമയായി കഴിയുമ്പോൾ പിന്നെ സാഹചര്യത്തെ ഒന്നും അവൻ കാണുന്നില്ല. അതുകൊണ്ട് അവൻ അവരിലേക്ക് തന്നെ ചുരുങ്ങി ഇവരുടെ നിലവിളിയോ ഇവരുടെ ഒച്ചപ്പാടുകളൊന്നും അവനെ ബാധിക്കുന്നേയില്ല. അമ്മയുടെ സങ്കടം കാണില്ല, ഒന്നും കാണുന്നില്ല. അവൻ അവൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് അവന് ഒരു യഥാർത്ഥ അപ്പനെയും യഥാർത്ഥ അമ്മയും ആവശ്യമുണ്ട്. അത് സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ്. യേശു ക്രിസ്തുവിലൂടെ ആ സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് അവന് കടന്നു വരാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെട്ട് നഷ്ടപ്പെട്ടു പോയതിന് മുഴുവനും മടക്കി തരുവാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ കാലം എന്ന പരിമിതിയില്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിന് ഈ അമലിൻ്റെ ജന്മനാൾ തൊട്ട് ഈ നിമിഷം വരെയും അവന് വന്നു പോയിട്ടുള്ള അവനിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ മുറിവുകളും യേശുവിൽ നിന്ന് സൗഖ്യം ലഭിക്കും. ഏശയ്യായുടെ പുസ്തകം 61 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, വിലാപം ആനന്ദമായിട്ട് അവിടെ നിന്ന് മാറ്റും, തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി നൽകും, അതുപോലെ തന്നെ വെണ്ണീറിന് പകരം പുഷ്പമാല്യം അവിടെ നിന്ന് നൽകും, നശിച്ചു പോയവയെല്ലാം അവിടെ നിന്ന് വീണ്ടും പുനർജീവിപ്പിക്കും എന്ന്. അപ്പോൾ ഇത് യേശുവിന് സാധ്യമാണ്. അതുകൊണ്ട് ആദ്യമായി
ഉഷ ഡി അഡിക്ഷൻ സെൻ്ററിന് ഇവനെ രക്ഷിക്കാൻ പറ്റിയല്ല, എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയല്ല, അവൻ്റെ അപ്പനെ രക്ഷിക്കാൻ പറ്റിയല്ല, എന്നാൽ യേശുവിന് സാധിക്കുമെന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ വാസ്തവത്തിൽ അവരുടെ കുടുംബത്തിലേക്ക് വെളിച്ചം കടന്നു വരാൻ തുടങ്ങും. സ്നേഹമുള്ളവരെ, അമൽ എന്ന മകൻ്റെ മയക്കുമരുന്നുമായുള്ള ബന്ധത്തിലും അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമ്മയുടെ വേവലാതിയാണ് ഈ കത്ത് എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അമ്മയോട് അച്ഛൻ പറയുന്നത് ആദ്യമായി തന്നെ മനസ്സിലാക്കുക, ഇത് മയക്കുമരുന്നിൻ്റെ ഈ അടിമത്തം എന്ന് പറയുന്നത് ബാഹ്യമായൊരു സംഗതിയാണ്. ആന്തരികമായി അവൻ്റെ വ്യക്തിത്വം തകർന്നിരിക്കുന്നു. അത് എന്തായാലും അമ്മ അത് ദൈവത്തിൻ്റെ മുമ്പിൽ അത് അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് എൻ്റെ മകന് പല ഘട്ടത്തിലും എനിക്കോ എൻ്റെ ഭർത്താവിനോ പലതും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആദ്യം അമ്മ മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയണം. രണ്ടാമതായി അമ്മ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അമലിന് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിനെ അമലിനെ രക്ഷിക്കാൻ പറ്റില്ല. അമലിന് തന്നെ അമലിനെ രക്ഷിക്കാൻ പറ്റില്ല. അമലിൻ്റെ അപ്പനോ അമ്മയ്ക്കോ ബന്ധുമിത്രാദികൾക്കോ അമലിനെ രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ആർക്ക് രക്ഷിക്കാൻ കഴിയും? ഇത് പനക്കിരച്ചൻ പറഞ്ഞു തരുന്നത് ഭൂതകാലത്തിലേക്ക് കടന്നു പോകാൻ കഴിവുള്ളത് ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെയായ കർത്താവായ യേശു ക്രിസ്തുവിനാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ള ഒരു ധ്യാനത്തിലൂടെ മാത്രമേ മകന് ജീവിതത്തിലെ ലഭിക്കാതിരുന്ന സ്നേഹത്തെ മറികടക്കാൻ കഴിയുക, അവൻ്റെ ഉള്ളിൽ ഇപ്പോഴായിരിക്കുന്ന അവൻ്റെ തടവറയിൽ നിന്ന് മോചനം നേടാൻ കഴിയുക. ഇത് അമ്മ ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇത് അവനെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അവൻ അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അവൻ അംഗീകരിക്കുന്നതിന് മുൻപ് അമ്മ തന്നെ തിരിച്ചറിയുക, എൻ്റെ മകനെ എനിക്കോ മറ്റുള്ളവർക്കോ അവന് തന്നെയോ രക്ഷിക്കാൻ കഴിയില്ലെങ്കിലും കർത്താവായ യേശുവിന് കഴിയുമെന്ന് അമ്മ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ മകനിലേക്ക് ഒരു മാനസാന്തരത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ വെളിച്ചം കടന്നു വരുമെന്നാണ് അച്ഛൻ പറയുന്നത്. ഇതാണ് അച്ഛന് പറഞ്ഞു തരാനുള്ള ഉപദേശം. അച്ഛൻ പറഞ്ഞ വളരെ 100% ശരിയാണെന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ഉഷയ്ക്ക് വേണ്ടിയും മകന് വേണ്ടിയും ഇതുപോലെ സങ്കടം അനുഭവിക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഉഷയെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമലിനെ സമർപ്പിക്കുന്നു. അമലിനെ പോലെ തന്നെ മയക്കുമരുന്നിന് അടിമയായി ലോകമെമ്പാടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി യുവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, അവരുടെ ഉള്ളിൽ കിടക്കുന്ന മുറിവുകളും അവർക്ക് ലഭിക്കാതെ പോയ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളും അതൊന്നും തിരിച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന ആ വലിയ ബോധ്യം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർക്ക് ഈ നിമിഷം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ മകന് മോചനമുണ്ട്, യേശുവിൻ്റെ പക്കൽ മോചനമുണ്ട്. ഈ മകന് മോചനമുണ്ട്, ലോകത്തിന് ഒരിക്കലും ഈ മോചനം കൊടുക്കാൻ സാധിക്കുകയില്ല. ഈ മകന് വിടുതലുണ്ട്. ആ വിടുതൽ ഇവൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയും അധികമായി സ്നേഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു. ഈ സത്യങ്ങൾ ഞങ്ങൾ തിരുമുമ്പിൽ ഏറ്റുപറയുന്നു. അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സ്നേഹശക്തി ഇവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം കെട്ടിയ കെട്ടുകളെല്ലാം പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ, സ്തോത്രം, നന്ദി, ആമേൻ. സ്നേഹമുള്ളവരെ, പനക്കിലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കിലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് നിങ്ങളുടെ കത്ത് പനക്കിലച്ചൻ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.